4 പശുക്കളെ എടുത്തു, 3 ഹൈബ്രിഡും എടുത്തു, ഒരു ജേഴ്സി എടുത്തു. ഹൈബ്രിഡ് എല്ലാം 30 മേളിൽ പാലുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു? സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. എത്ര പശുക്കൾ ഏകദേശം കണ്ട്? അണ്ണാ ഇന്ന് എത്ര പശുക്കൾ എടുത്തിട്ടുണ്ട്? இன்னைக்கு ஒரு 40 பஸ் எடுத்திருக்கு. ഓക്കെ, കേരളത്തിലേക്ക് എത്ര എണ്ണം പോയിട്ടുണ്ട്? கேரளத்துக்கு ஒரு 15-20 தானே எடுத்திருக்கு. ഓക്കെ, ഇതിൽ കൂടുതൽ എച്ച് പശുക്കളാണല്ലോ. எல்லாமே கம்ப்ளீட் எச்எப் தான் அதிகமா எடுத்திருக்கு இன்னைக்கு. ഓക്കെ, എത്രാമത്തെ ലാക്ടേഷൻ ഉള്ള പശുക്കളായിരിക്കും ഉള്ളത്? எல்லாம் கன்னி 2வது பிரசவம் வருங்க. ഓക്കെ, ഇത് നല്ല മടിസെറ്റല്ലോ. இதெல்லாம் ஒரு 20 லிட்டருக்கு மேல ആ കണ്ടോ, പാൽ കപ്പാസിറ്റി ഉള്ള നല്ല പശു കേട്ടോ. അത് ഒരു കുഴപ്പമില്ല, നല്ല ഇണക്കമുള്ളതാണ്. ഇതിന്റെ അകത്ത് കൂടുതൽ ബ്ലാക്ക് മെജോറിറ്റി ഉള്ള പശുക്കളാണല്ലോ. பிளாக் அதிகமா இருக்கிறது எல்லா கிளைமேറ്റും எல்லாம் സെറ്റ് ആകും. അതായത് നമ്മുടെ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ നല്ലൊരു പശു കേട്ടോ. അത് പ്രസവിച്ചാണോ? அது பிரசவிச்சிருக்கு, இது பிரசவிச்சிருக்கு, இது பிரசவிச்சிருக்கு, ஒரு 5-6 எண்ணம் பிரசவிச்சிருக்கு. ഓക്കെ, ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ഉള്ള പശു ഏതാ? അതേ ഇറക്കി പറഞ്ഞു. ഇത് നല്ല മടിസെറ്റ് ഉണ്ട് കേട്ടോ. എന്റെ കാമില് നല്ല അകലമുണ്ട്, നല്ല സൂപ്പർ പശു കേട്ടോ. ഇതും ബ്ലാക്ക് മെജോറിറ്റി കൂടുതലല്ലോ. பிரசவிச்சிருக்கு. ഇങ്ങോട്ടേക്കാണ് எல்லாமே கேரளா தான் போகுது. எல்லாமே கேரளா தான் போகுது. இது 4 எண்ணம் பாருங்க, எல்லாம் சென. നല്ല ബോഡി വെയിറ്റ് ഉള്ള നല്ല പശു കേട്ടോ. இது சென, இது சென. மற்றதெல்லாம் சென பசு எடுத்திருக்கு. இதெல்லாமே சென பசு. எல்லாம் 2வது பிரசவம், கன்னி பிரசவம் எல்லாம் மிக்சிங் ஆயிட்டு இருக்கு. അപ്പൊ നമ്മുടെ കേരളത്തിലേക്ക് പശുക്കൾ എടുത്ത ആളാട്ടത്. പേര് പറയാവോ? എൻ്റെ പേര് മനു. ഓക്കെ, പശുക്കൾ എടുത്തത് നമ്മുടെ അണ്ണനല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു? നല്ല പശുക്കളെ എടുത്തു. സപ്പോർട്ട് എങ്ങനെ ഒരുപാട് പശുക്കളുണ്ടല്ലോ, അതിൽ സെലക്ട് ചെയ്ത് അതെ, നമുക്ക് ഇഷ്ടപ്പെട്ട இது 2வது டைம் வராரு. இது 2வது டைம் പശുനെ എടുക്കണം. ടൈമാണ്. ആദ്യത്തെ ടൈമിന് നല്ല രീതിയിൽ എടുത്തു കൊടുത്തോണ്ടാണ് രണ്ടാമത്തെ ടൈമിൽ അവർ പിന്നെ ആദ്യ പശു എടുത്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലല്ലോ, നല്ലതായിട്ട്. ഓക്കെ, അതുകൊണ്ടാണ് വന്നത് അല്ലേ? എത്രത്തോളം പശുക്കളെ എടുത്തിട്ടുണ്ട്? 4 പശുക്കളെ എടുത്തു, 3 ഹൈബ്രിഡും എടുത്തു, ഒരു ജേഴ്സി എടുത്തു. ഓക്കെ, അത്യാവശ്യം എത്ര ലിറ്റർ പാൽപ്പാലുള്ള പശുക്കൾ എടുത്തേ? ഹൈബ്രിഡ് എല്ലാം 30 മേളിൽ പാലുള്ളത്. എത്രാമത്തെ പ്രസവം ഉള്ളതാണ്? ഒരു 2ാമത്തെ 3. ഓക്കെ, ഈ കാണുന്ന പശുക്കളാണ് എടുത്തേക്കണേ, അപ്പർ സൈഡ് അല്ലേ? അപ്പൊ ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെയുണ്ട്? இல்ல இப்ப விலை குறவுണ്ട് ചേച്ചി. ഓക്കെ ഓക്കെ, இதெல்லாம் நம்ம മേടിച്ച പശു. ഇതാ இதெல்லாம் ടോട്ടൽ ഇപ്പൊ എത്ര എടുത്തു? ടോട്ടൽ 42 എണ്ണം എടുത്തിട്ടുണ്ട്. 42 പശുക്കൾ എടുത്തിട്ടുണ്ട്. இதெல்லாம் நம்ம മേടിച്ചിരിക്കുന്ന പശു. നല്ല ഹെവി പശു കേട്ടോ. ശിവാജി എച്ച്എഫ് എടുത്തിருக்கு. ഇത് ശിവാജി എച്ച്എഫ് എന്ന് വെറുതെ പോണത്. இதெல்லாம் நம்ம எடுத்திருக்கு. ഇത് ഇലക്ഷൻ ഒക്കെ അല്ലേ, എങ്ങനെയുണ്ട് ആൾക്കാരെ? അത് நம்ம പൈസ കൊണ്ടുവര വേണ്ട, നീ അവിടുന്ന് വരുമ്പോൾ പൈസ കൊണ്ടുവന്ന് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ ഓക്കെ, അപ്പൊ ഇലക്ഷൻ ഒക്കെ ആയിട്ട് ഇപ്പൊ പശുക്കൾക്ക് വില കുറവായിരിക്കും. ഇപ്പൊ വില കുറവുണ്ട്. ഇലക്ഷൻ ടൈമിനാல ഇനി 1 മാസം വരെ വില കുറവുണ്ടാവും. ഒരു പശുവിന് മാക്സിമം ഒരു 20,000 കുറയും. ഇത് എത്രാമത്തെ പ്രസവമാണ്? ഇത് 2வது പ്രസവം, അത് 2வது പ്രസവം, രണ്ട് 2ാമത്തെ പശുവാണ്. ബ്ലാക്ക് മെജോറിറ്റി കൂടുതലാട്ടോ. ഇതിന്റെ പാലിന് നല്ല കൊഴുപ്പായിരിക്കും, നല്ലോണം പാലുണ്ടായിരിക്കും. കന്നി പ്രസവം, ഇത് 2வது പ്രസവം. ഇത് 2ാമത്തെ പ്രസവം. ഇത് എത്ര പാല് കിടക്കും? എല്ലാം ഒരു 20ന് മേലെ കിട്ടും. ഓക്കെ, അപ്പൊ ഈ റോഡ് മാർക്കറ്റിൽ നമ്മൾ എത്രത്തോളം പശുക്കളെ കണ്ടെടുക്കാം? മാക്സിമം ഒരു 2000 പശുക്കൾ ഒരു വലിയ മാർക്കറ്റ്. നമുക്ക് ഏത് പശു വേണമോ അത് സെലക്ഷൻ பண்ணி മേടിക്കാം. അവർ നമ്മ ചേട്ട പാലക്കാട് ഇതാ പട്ടാമ്പി. ഓക്കെ, എങ്ങനെയുണ്ട് പശുക്കളൊക്കെ എടുത്തിട്ട്? ഫസ്റ്റ് ടൈം ആണോ? ഓക്കെ ഓക്കെ, എത്ര പശുക്കളുണ്ട് ഫാമിലി? 12 എണ്ണം. ഇതുപോലത്തെ പശുക്കളാണുള്ളത്. ഓക്കെ ഓക്കെ, നമ്മളെ എടുത്ത് കൊടുത്തിരിക്കാം. ഓക്കെ, അപ്പൊ ശക്തി തന്നെ എങ്ങനെയുണ്ടായിരുന്നു? സപ്പോർട്ട് എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. എത്ര പശുക്കൾ ഏകദേശം കണ്ട്? ഓക്കെ, ചേട്ടന് ഉദ്ദേശിച്ച ബഡ്ജറ്റിന് കിട്ടിയോ? അപ്പൊ വണ്ടി സൗകര്യം എങ്ങനെയാ? വണ്ടി ഷെയറിംഗ് മാക്സിമം ഒന്ന് കിലോമീറ്റർ അനുസരിച്ച് ഡിഫറെന്റ് ആവും. അതെ, ഓക്കെ, ഇതുപോലെ കവറുള്ള വണ്ടി ആയിരിക്കും അല്ലേ? ഇതുപോലെ കവറുള്ള കിലോമീറ്റർ കണക്ക് കിലോമീറ്റർ 16 രൂപ വരും. അത് കുറച്ച് വലിയ വണ്ടിയാണ്, കിലോമീറ്റർ 20 രൂപ വരും. 20 രൂപ വരും. ഇപ്പൊ ഇത് 2 എണ്ണം എടുത്തിருக்கு பாருங்க. ഇതാ ഇത് 2 എണ്ണം വയനാട് എടുത്തിருக்கு. വയനാട് എടുത്തിருக்கு. ഇത് എത്രാമത്തെ ലാക്ടേഷൻ ഉള്ളതാണ്? രണ്ടുമേ 2வது പ്രസവം. ഓക്കെ ഓക്കെ, എത്ര പാല് കിടക്കും? മാക്സിമം ഒരു പശു 20 ലിറ്റർ കുറയാതെ കിട്ടും. അടിപൊളി സൂപ്പർ പശു കേട്ടോ. നല്ല പാൽ കപ്പാസിറ്റി ഉണ്ട് കേട്ടോ. ഇത്രയും ക്വാളിറ്റി ഉള്ള ചിന്താമണി പശുക്കളെ നമ്മുടെ ചിന്താമണിയിലാണ് കാണാറ്. ഇവിടെയും കിട്ടും. ഇവിടെ ഒരുപാട് പശു എടുത്തിருக்கு പാருங்க. എല്ലാം 40 പശു എടുത്തിருக்கு. ചിന്താമണി ക്വാളിറ്റിയിൽ എടുത്തിருக்கு. ശരി, അവർ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള നല്ല ഹൈറ്റും വെയിറ്റും ഉള്ള പശുക്കളാണ്. അതെ, മടിയൊക്കെ നോക്കി നല്ല പാല് കിട്ടാനുള്ള സാധ്യതയുള്ള കേട്ടോ. ഇതിന്റെ പല്ലൊന്ന് കാണിക്കാവോ? പല്ല് 8 പല്ല് അയച്ച് 2வது പ്രസവം. 2ാമത്തെ പ്രസവം. ഇതോ? ഇത് 2வது പ്രസവം ഞാൻ പറഞ്ഞു. ഇത് ഫാം ടൈപ്പ്, നല്ല പാലുണ്ടാവും, നല്ല മോഴ പശു കേട്ടോ. അപ്പൊ ഈ കാണുന്ന പശുക്കൾ എങ്ങോട്ടാ പോണേ? ചേച്ചി മൊത്തം வந்து ஒரு 9 பசு വയനാട് പോകും. വയനാട് ഇവിടെ എടുത്തക്കണേ? இல்ல ஒரு இன்னொரு பாட்டி அவர் முன்னாடி அங்க இருக்கு. ഈ കാണുന്ന പശുവിനെ ഒന്ന് പരിചയപ്പെടുത്താവോ? ഇത് வந்து കന്നി പ്രസവം. ഓക്കേ, 4 പല്ലും ചേച്ചി. എത്ര പാല് കിടക്കും? ഒരു ദിവസം 20 ലിറ്റർ കിട്ടും. അവിടെ മുന്നാടി. ഓക്കേ, അതിനുള്ള ആളും ഉണ്ട് കേട്ടോ. എന്റേത് ഇത്ര ഉണ്ട്, എന്നെക്കാൾ ഹൈറ്റ് ഉണ്ട് കേട്ടോ. നല്ല അകിടുണ്ട്. ഇതാ ഇങ്ങനെ വലിച്ചു ഇനിയും പാൽ കപ്പാസിറ്റി ഉണ്ട്. ഇന്ന് എടുത്തതിൽ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി ഉള്ള പശു കേട്ടോ. അതെ, ഹെവി സൈസ് എന്ന് വെച്ചാൽ ഹെവി സൈസ് ആണ്. മാർക്കറ്റിലെ 2 പശു നല്ലത്. അതെ, ഇത് എത്ര ലിറ്റർ പാലുണ്ട്? എല്ലാം ഒരു 20ന് മേലെ കിട്ടും. എത്രാമത്തെ പ്രസവമാണ്? 2ാമത്തെ പ്രസവം. ഇതിന്റെ മടി നോക്കിക്കേ. ഇനി ഒരു 20 ദിവസം പിടിക്കും. 20 ദിവസം പിടിക്കുതാ. ഉണ്ടാ. ഓക്കെ, വലിച്ചാൽ പാല് ഒരുപാട്
സ്റ്റോറേജ് ചെയ്യാനുള്ള ഇതുണ്ട് കേട്ടോ. വൈറ്റ് കളർ ആട്ടോ കൂടുതലായിട്ടുള്ളത്. എത്ര പല്ലുണ്ട്? പല്ലല്ല 6 പല്ല്. 6 പല്ല്. ഓക്കെ. നല്ല സൂപ്പർ മോഴ പശു ആട്ടോ. രണ്ടുമേ മോള പശുവാണ്. ഓക്കെ. നല്ല ബ്രീഡ് പശു. അപ്പൊ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈറോഡ് മാർക്കറ്റിലെ പശുക്കളുടെ വില വിവരങ്ങളാണ്. അപ്പൊ ഇതുപോലത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പശുക്കളെ വാങ്ങാനായിട്ട് ശക്തിയണ്ണൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അപ്പൊ ശക്തിയണ്ണന്റെ കോൺടാക്ട് നമ്പർ ഞങ്ങൾ ചാനലിൽ ഇടുന്നതായിരിക്കും. ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.